ഇതുവരെ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സ്ട്രീം ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ മച്ചാന്മാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മളെ ഒന്ന്. ഇപ്പം ടീം നമ്പർ 7 അവർ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോൾ ടീം നമ്പർ 7 ആണ് ഒരു ടീമിൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞത് AD സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ മാഡിൻ്റെ സെക്കൻഡ് ലൈനപ്പ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാത്രം അവരൊരു ടെമ്പററി ആയിട്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ മാഡിൻ്റെ ഫസ്റ്റ് ലൈനപ്പ് മാഡിൻ്റെ സ്ലോട്ട് 6 കയറി അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 7 ആണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ 8 TNT സെറ്റായി കഴിഞ്ഞു, 9 NSG സെറ്റായി കഴിഞ്ഞു, അതിൻ്റെ 10 GT ടീം ഫുൾ സെറ്റായി കഴിഞ്ഞു. GT കണ്ണൻ, GT Pro, GT Water, അപ്പോൾ അവർ സെറ്റായി കഴിഞ്ഞു. എൻ്റെ 11 NGS ആരും വന്നിട്ടില്ല. NGS ഇത്തിരി ഉഴപ്പാണ്. സബിത്ത് സുലൈമാൻ, ഹായ് ബ്രോ. അപ്പോൾ ടീം നമ്പർ 12 STയുടെ പ്ലേയേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ടീം നമ്പർ 13 STയുടെ സെക്കൻഡ് ലൈനപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ST കപ്പ് കഴിഞ്ഞ കളിയിൽ ഒരു രക്ഷയാത്ത കളിയായിരുന്നു. ഇവിടെ STയുടെ ഇപ്പോൾ അവർ പറയുന്നത് സ്ലോട്ട് മാറി തോന്നുന്നു. STയുടെ ഫസ്റ്റ് ലൈനപ്പ് കളിച്ചുകൊണ്ടിരുന്നത് 12-ലും സെക്കൻഡ് ലൈനപ്പ് കളിച്ചുകൊണ്ടിരുന്നത് 13-ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി. ആൻഡ് ST ഫ്യൂസ് എന്നുള്ള ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. അതിൻ്റെ ടീം നമ്പർ 40 ടീം കോളിൻ്റെ വിൽപ്പോടാടി വന്നിട്ടുണ്ട്. ആ ടീം നമ്പർ 15 SVRൻ്റെ പ്ലെയർ SVR വേനം വന്നിട്ടുണ്ട്. ആ ടീം നമ്പർ 16 പുതിയ ടീമാണ് TWH ആണെന്ന് തോന്നുന്നവർ. മൈറ്റി സാൽവ, ഫാരിസ് അജ്മൽ ഇപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് കുറച്ച്. ഇപ്പോൾ വേറെ ടീം 16 ടെൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആ സ്ലോട്ട് എന്തായാലും ഒഴിഞ്ഞ് കിടക്കുവാണ്. ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അവിടെ. അതിപ്പം വേറെ TWH റിസർവ് ചെയ്തു ഇന്ന് തൽക്കാലത്തേക്ക്. അതിലൊരു കൺഫ്യൂഷൻ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ടീം നമ്പർ 17 BRTHXൻ്റെ ഫസ്റ്റ് ലൈനപ്പാണ്. അവർ ടീം നമ്പർ 17 കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 18 ടോക്സിക്കാണ്. ടോക്സിക് വന്നിട്ടുണ്ട്. ടീം നമ്പർ 19 C വന്നിട്ടുണ്ട് പ്ലേയേഴ്സും. ടീം നമ്പർ 20 SCR ജോക്കി SVRനാണോ? ടീം നമ്പർ 20 കൺഫ്യൂഷൻ ആയല്ലോ. ടീം നമ്പർ 20യുടെ സ്ലോട്ട് അറിയത്തില്ല. ടീം നമ്പർ 21 RDX ആണ് സ്ലോട്ട്. അവർ സെറ്റായി കഴിഞ്ഞു. ടീം നമ്പർ 22 ഇലുമിനാറ്റിയുടെ സ്ലോട്ടാണ്. കുറേ നാൾക്ക് ഇടപെട്ട ശേഷം കേജങ്ങനും ബാഡ് ബോയും റോഗും എല്ലാം അടങ്ങിയ ഇലുമിനാറ്റി ഓഫിന് 3 സ്ലോട്ട് ഉണ്ടായിരുന്ന ടീമായിരുന്നു. ഇപ്പോൾ ഒറ്റ സ്ലോട്ടോടെ ചുരുങ്ങി. അപ്പം ഇത് അവരും സെറ്റായിട്ടുണ്ട്. ആൻഡ് ഇവിയോ അവരും സെറ്റായിട്ടുണ്ട്. ടീം 23 ഇവോയും സെറ്റായിട്ടുണ്ട്. ടീം നമ്പർ 24 ടൈറ്റാൻസ് സെറ്റായി. ടീം നമ്പർ 25 SVRൻ്റെ സെക്കൻഡ് ലൈനപ്പാണ്. ഇപ്പോൾ SVRൻ്റെ സെക്കൻഡ് ലൈനപ്പ് എവിടെ കയറിയിരിക്കുന്നത്? SVRൻ്റെ സെക്കൻഡ് ലൈനപ്പ് 20 കയറിയപ്പോൾ SVRൻ്റെ 25 വേറെ പ്ലെയേഴ്സ് വന്ന് കയറുന്ന ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സമയം എത്ര ആയിട്ടുണ്ട്? ഇപ്പം 8:35 ആവാൻ പോകുന്നു തോന്നുന്നു. 8:35 ആണെന്ന് കറക്റ്റ് അറിയത്തില്ല. ജസ്റ്റ് നോക്കാം. 8:36 ആയിട്ടുണ്ട്. അപ്പം ഏത് നിമിഷം വേണം നമ്മുടെ RD മാക്കാച്ചി, ഇപ്പോൾ ബ്രോയാണ് നമുക്ക് റൂം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്കാച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇപ്പോൾ സ്ലോട്ടുകളിപ്പം നിലവിൽ 7 മാത്രം ഒഴിഞ്ഞെടുക്കുന്നു. അവർക്ക് കൺഫ്യൂഷൻ വന്നതാണ് തോന്നുന്നു. അതിൻ്റെ MKSൻ്റെ സ്ലോട്ട് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീം നമ്പർ 7 6ഉം 7 തമ്മിൽ കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ 6 കയറാൻ വന്ന ടീമിൻ്റെ അടുത്ത് 7 കയറാൻ പറയാനുള്ള അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട്. ഇപ്പം SVRൻ്റെ സെക്കൻഡ് ലൈനപ്പ് കളിച്ചുകൊണ്ടിരുന്ന സ്ലോട്ട് 25 ആണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതാത്മീയ ഫാനിൽ ക്ലിയർ ആക്കുമെന്ന് തോന്നുന്നു. സ്ലോട്ട് സെലക്ഷനിൽ 8 മണിക്ക് മുമ്പ് തന്നെ ഇനി ക്ലിയർ ആക്കിയേ മതിയാവൂ. കാരണം ചില കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 77 മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എല്ലാ സ്ലോട്ടിലും മെമ്പേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ NGS ഒക്കെ വന്നല്ലോ. അപ്പം സ്ലോട്ട് 7 മാത്രമേ ഇതുവരെ ടീം വരാതെയുള്ളൂ. അത് വേറെ ടീമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടീമാണ്. ഇപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് ഇനി അവർ ഇറങ്ങിപ്പോകുകയാണെന്ന് അറിയത്തില്ല. ലുട്ടാപ്പിയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് 16 ആൻഡ് ഓർഡർ കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ലൈവ് കാണുന്ന മച്ചാന്മാർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ ലൈവിൽ ആണെങ്കിലും പറയാം. അല്ലെങ്കിൽ നമ്മൾ ഗെയിം ID ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ OP ഗെയിമിൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ടോ പറയാം. എന്തെങ്കിലും കമൻട്രിയിലോ അല്ലെങ്കിൽ സ്ട്രീമിങ്ങിലോ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ നെറ്റിൻ്റെ ചെറിയ സീനുണ്ട്. ഇന്നിപ്പം വീട്ടിലല്ല, നെറ്റിൻ്റെ ചെറിയ സീനുണ്ട്. ലൈവ് മോശമായി പോയാൽ പോലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ ഗെയിം. നാളെ ഇപ്പം ഈ ലൈവ് കാണാൻ പറ്റത്തില്ല. അപ്പം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലൈവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഗെയിം ഈ ലൈവ് അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സജഷൻസും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗെയിം തുടങ്ങി. ഇന്നത്തെ സാൻഹോക്ക് മാപ്പാണ്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സാൻഹോക്ക് വന്നിട്ടുണ്ട്. റാങ്കലിനെ നമ്മൾ പുറത്താക്കുന്നു. ഇനി നിൽക്കണ്ടി ഇനി എല്ലാ മാപ്പും നമ്മൾ കളിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ
മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം എല്ലാ റൂമും. ഇപ്പോൾ റാങ്കൽ ഒഴിവാക്കി നമ്മൾ മാക്സിമം എല്ലാ മാപ്പും കളിക്കാനുള്ള പരിപാടിയാണ്. വച്ചിങ് ലോഡാവും എൻ്റെ പൊന്ന് പബ്ജി. ദ പാമ്പുകളുടെ നാട്ടിൽ ദ MGS എന്ന സ്ലോട്ടിൽ MGS മിസ്റ്റർ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം ഞങ്ങൾക്ക് സ്ലോട്ട് ഒഴിവെടുക്കുന്നത്. അപ്പോൾ ബാറ്റ് ജോൺസൺ സ്ലോട്ടിൽ ലോൺ വുഫ് 10, സർവജിത്ത് ആൻഡ് നിക് ഫ്യൂരി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു പ്ലെയർ മിസ്സിംഗ് ആണ്. ലോൺ വുഫ് 19 മിസ്സിങ്. ബാറ്റ് ജോൺസിൻ്റെ സെക്കൻഡ് ലൈനപ്പ് 3 പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞു. ഇവോക്സ് എന്ന് പറഞ്ഞിട്ട് ലൈനപ്പാണ്. അവർ ഫുൾ സ്കോഡ് വന്നു. ആൻഡ് SMR ഫുൾ സ്കോഡ്. മാഡ് ഫസ്റ്റ് ലൈനപ്പ് ഫുൾ സ്കോഡ്. സെക്കൻഡ് ലൈനപ്പിൻ്റെ ഒട്ടിൽ കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പ്ലേയേഴ്സ് ആരും കയറിയിട്ടില്ല. ആൻഡ് TNTയുടെ ഫുൾ സ്കോഡുണ്ട്, NSTയുടെ ഫുൾ സ്കോഡുണ്ട്, GTയുടെ ഫുൾ സ്കോഡുണ്ട്, NGSൻ്റെ 3 പേരേ ഉള്ളൂ, STയുടെ 2 ഫുൾ സ്കോഡുണ്ട്, കോളനി 3 പേരേ ഉള്ളൂ, ആൻഡ് SVR 3 പേരേ ഉള്ളൂ, BRTHX 3 പേര് ഫുൾ സ്കോഡുണ്ട്, ടോക്സി ഫുൾ സ്കോഡുണ്ട്. അപ്പോൾ പ്ലെയിൻ പാത്ത് ജസ്റ്റ് നോക്കാം എങ്ങോട്ടാണ്. അപ്പോൾ ആരൊക്കെ പാമ്പ്, ഒരു ലോഡ് പാമ്പിനെ കാണാം, ഒരു കോഡ് പാമ്പിനെ തല്ലിക്കൊന്ന് കാണാം. ഇപ്പോൾ ക്യാമ്പ് ആൽഫ 2 സെറ്റ്. ലൈവിലിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം. OP ഗെയിമിംഗ് ബ്രോ. മോങ്ഹായിലേക്കാണ് ക്യാമ്പ്. ആൽഫ 2 മോങ്ഹായിലേക്കാണ്. ബൂട്ട് ക്യാമ്പിലൊക്കെ മിക്കവാറും ചിലപ്പോൾ കൂട്ടടി കാണാൻ സാധ്യതയുണ്ട്. സാൻഹോക്ക് അധികം നമ്മളെ റൂമിലുള്ള പ്ലേയേഴ്സ് കളിക്കാൻ താല്പര്യപ്പെടാത്തൊരു മാപ്പാണ്. ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ഞങ്ങൾ കളിപ്പിക്കുകയായിരുന്നു. എല്ലാ മാപ്പും കളിച്ച് പഠിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ടൂർണമെൻറ്റ് ലെവലിൽ നിങ്ങളെ സെറ്റാക്കാനുള്ള ഒരു പ്രയത്നമാണ്. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടായി മാത്രമേ ബഫറിങ് ഉണ്ടല്ലോ ബ്രോ. ഏറ്റപ്പം ചെറിയ പ്രശ്നമാണ്. ഇതാ പിങ് കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ BRTH വിഷൻ ആദ്യം തന്നെ നോക്കായി. പിങ് SVR വേനം, BRTH കാസ്പർ അവിടെ 2 കൂടെ പിങ് സീനായി. അപ്പോഴേക്കും എന്താ BRTHXൻ്റെ ഒരു പ്ലെയർ ഫിനിഷായിട്ടുണ്ട്. BRTH വിഷൻ ഫിനിഷായി. വിക്ലെറ്റ് ഇതാ നോക്കായി കിടപ്പുണ്ട്. കാസ്പർ ആൻഡ് കാസ്പറോടെ കില്ലെടുത്തെന്ന് തോന്നുന്നു. കാസ്പറിൻ്റെ കില്ല് കിട്ടിയിട്ടുണ്ട്. മാഡ് ഇവിടെ Steno 6 ഇവിടെ മാഡ് ഇവിടെ നോക്കിട്ടു. ടൈറ്റൻസ് ഏജൻറ്റ് മാഡ് നോക്കാം എവിടെയാണ്. മാഡ് 21 RDX മാഡാണ് ഫൈറ്റ്. മാഡ് ബ്രോസ് ആൻഡ് ടീം സ്ലോട്ട് എന്താ ഉണ്ടായ ബ്രോ അറിയത്തില്ല ബ്രോ. കൺഫ്യൂഷനായ എന്തോ ആയിരുന്നു, ഒരു ഐഡിയ അല്ല. അപ്പോൾ 2 സ്ലോട്ടുകൾ കാലത്ത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ടീം നമ്പർ 16 അവർ കളിക്കുന്നില്ല എന്ന്, ടെൻസിൻ്റെ സ്ലോട്ടാണ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സ്ലോട്ടിൽ എന്തായാലും ആൾ വന്നിട്ടുണ്ട്. അത് TWH ആണെന്ന് തോന്നുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിക്ലെറ്റ് ഇതാ നോക്കായി കിടപ്പുണ്ട്. RDXലെ നല്ല പിങ്ങുണ്ട്. മിക്കവാറും ലൈഫ് സ്ട്രീം ചെയ്യാൻ സാധ്യതയുണ്ട്. മാഡ് മാക്സിമം നോക്കാം. നല്ല മാഡ് റോക്കിനെ നോക്കാം. മാഡ് റോക്കിയുണ്ട്. BRTHX വിഗ്ലെറ്റ് ഇതാ SVR വെനത്തിനെ ഫിനിഷാക്കി. അവിടെ ഒരുപാട് ഫൈറ്റുകൾ കൊണ്ട് ഒരുപാടടുത്ത് ഫൈറ്റാണ്. ഇവിടെ ഇവോ GT കണ്ണനെ ഫിനിഷാക്കി. അവരുടെ കൺഫർമേഷൻ വന്നു. ഇവോ GT കണ്ണനെ ഫിനിഷാക്കി. എവിടെയാണ് GT കണ്ണൻ? വേറെ GT കണ്ണൻ. ടീം നമ്പർ 4 ഹാവോക്കിൻ്റെ സെക്കൻഡ് ലൈനപ്പിന് സ്ലോട്ടായിരുന്നു. ഇന്നലത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. GT Pro ഉണ്ട്. GT കണ്ണൻ എന്തായാലും ഫിനിഷായിട്ടുണ്ട്. GT മോർട്ടൽ വേറെ GT മോർട്ടൽ ആൻഡ് സ്ലൈസ് ടു പീസ് ഉണ്ട്. ഇപ്പോൾ ടീം നമ്പർ 4 ബാരറ്റ് ജോൺസ് കളിച്ചുകൊണ്ടിരുന്ന സ്ലോട്ട് അത് ഹാവോക്ക് സെക്കൻഡ് ലൈനപ്പിന് കൊടുത്തു. അത് പിന്നെ ഹാവോക്ക് സെക്കൻഡ് ലൈനപ്പിൻ്റെ ടോക്സിക് BRTHX വേഴ്സസ് ടീം നമ്പർ 2 ബാരറ്റ് ജോൺസ് ആൻഡ് അവർ ബൂട്ട് ക്യാമ്പിലുണ്ട്. നിക് ഫ്യൂരി അവർ 3 3 സിറ്റുവേഷനാണ് തോന്നുന്നു. 3 സിറ്റുവേഷനാണ്. BRTHX ആൻഡ് ബാരറ്റ് ജോൺസ് ആണ്. ഇപ്പം സ്ലോട്ട് 3 BRTHXൻ്റെ സെക്കൻഡ് ലൈനപ്പാണ് നോക്കാം അവരെവിടെയാണ്. BRTHX അൾട്രോൺ തന്നെ നോക്കാൻ കിടപ്പുണ്ട്. ടെട്ര ആൻഡ് OP ഉണ്ട്. ആർത്തി ഇതാ ST ഷാഹീനെ എടുത്തു. ടോക്സിക് ജോപ്പർ ഇതാ BRTHX അൾട്രോൺ ഫിനിഷാക്കി. സ്ലോട്ട് 15 TWH അല്ലേ ആണെന്നാണ് പറഞ്ഞത്. ഗെയിം അറിയത്തില്ല. ഞാൻ ലൈവ് സ്റ്റാർട്ടാക്കിലേക്ക് എന്താ സംഭവിച്ചതെന്ന് റെഡിയല്ല. കൺഫ്യൂഷനാണ്. എനിക്കും അറിയത്തില്ല. അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്.
ഇപ്പോൾ ടോക്സിക് വൈപ്പർ നോക്കായി കിടപ്പുണ്ട്. ടോക്സിക് വൈപ്പർ അപ്പോൾ BRTHX ടെട്രേനതാ ടോക്സിക് ജോക്കർ ഫിനിഷാക്കി. SVR സോണിക്ക് അവിടെ കുറേ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BRTHXൻ്റെ ടോക്സിക് BRTHനെ ഫിനിഷാക്കി തോന്നുന്നു. ടോക്സിക് ഇല്ല, നോക്കാം പ്ലെയറോടെ. ടോക്സിക് BRTHനെ ഫിനിഷാക്കി തോന്നുന്നു. ഇപ്പം സ്ലോട്ട് 19 അവിടെ പാർട്സിവൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. സ്ലോട്ട് 19 നമ്മുടെ പാർട്സിവൽ ഓവർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചതിച്ചെന്ന് തോന്നുന്നു. പാർട്സിവൽ 1 മാൻ ആർമി ഒറ്റയ്ക്കാണെങ്കിലും പൊളിയാണ്. പാർട്സിവൽ മച്ചായി 1 vs 4 ക്ലച്ചിനൊക്കെ മിടുക്കനാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ബാരത്തിയോൺസ് vs BRTHX നോക്കാം. ഫൈറ്റ് പിങ് ആവുന്നുണ്ട്. ഇപ്പം BRTHX ആൻഡ് ബാരത്തിയോൺസ് ആണ്. കൂട്ടപ്പിടിച്ചിൽ കാണാൻ സാധ്യതയുണ്ട്. സർവജിത്ത് അവിടെ നിന്ന് എയിമൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. BRTHX സർവജിത്തിനെ കണ്ടു. ഇതാ പാമ്പ്, ഫസ്റ്റ് പാമ്പ്, നെക്കൂര് പാമ്പ് കളിക്കുന്നു. എന്താ പാമ്പേ, ആട് പാമ്പേ, പറന്നാട് പാമ്പേ. ലൈവ് നോക്കി ലാഗുണ്ടോ നോക്കേ. ഇപ്പോൾ ലൈവിൻ്റെ അടുത്ത് നെറ്റ് ചെറിയ സീനാണ്. ഇപ്പോഴും പിങ് 948 ലൈവിലാകുണ്ടോയെന്ന് ഒരു ഐഡിയ ഇല്ല. 19 സ്ലോട്ട് എയിം. ഇപ്പം വേറെ ഫൈറ്റിന് സാധ്യത ഇവിടെ നോക്കാം. ഇപ്പോഴും 17 ടീമുകളും 54 മെമ്പേഴ്സും ഉണ്ട്. കുറേ പേരെ പാമ്പ് കടിച്ച് മരിച്ചു. ഇപ്പം ഇതാ നമ്മുടെ BRTHX vs ബാരത്തിയോൺസ് ഫൈറ്റ് നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ട് തീരുമാനമില്ല. ഇതാ ലോൺ ഓഫ് 10 വിഗ്ലെറ്റ് ഇതാ നോക്കാക്കിയിട്ടു. ലോൺ ഓഫ് 10 വിഗ്ലെക്സ് നോക്കാക്കി പുഷാക്കുന്നുണ്ട്. നമ്മുടെ BRTHX റോൺ അതാ സർവജിത്തിനെ നോക്കാക്കി. നെക്കൂരി മാത്രമേ ഉള്ളൂ. ക്യാസ്പർ എടുക്കുന്നുമ്പോൾ ഇതാ നിക് ഫ്യൂരിനെ. BRTHX റോണോ നിക് ഫ്യൂരിനെ എടുത്തു. ക്യാസ്പർ അങ്ങനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. സീനില്ല, പ്രശ്നമില്ല. അതാ ബ്രോ ST കഹാഹേ STയുടെ ഒരു സ്കോർ ഇവിടെയുണ്ട്. ST മൊണ്ടി അതിൽ ST സ്യൂസ് അവരെ നൈസായിട്ട് റൂയിൻസിലുണ്ട്. ആൻഡ് STയുടെ സെക്കൻഡ് ലൈൻ ക്യാമ്പ് ബ്രാവോയിലുണ്ട്. ST 2 ടീം. അയ്യോ, ST ഷാഹിൻ ST ആഷിഖിൻ്റെ PSY ST അവിടെ ഒരു ഫൈറ്റിനിടയ്ക്ക് പോയി. ഷിൻഷാദ് മാത്രമേ ഉള്ളൂ. അപ്പോൾ STയുടെ സ്ലോട്ട് 12 3 പ്ലെയർ തീർന്നു. അത് കാണാൻ പറ്റിയില്ല, വേറെ ഫൈറ്റിനിടയ്ക്കായിപ്പോയി. ദെൻ റോഗവൈറ്റി കീചകൻ SMR vs ഇലുമിനാറ്റിയാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണേ. നോക്കാം പൊസിഷൻ നോക്കാം. ജസ്റ്റ് ടീമുകളെ പൊസിഷൻ നോക്കാം. ജസ്റ്റ് ഇതോ അവിടെ തമ്പി കീചകനെ എടുത്തു. SMR തമ്പി കീചകനെ എടുത്തു. പാമ്പ് കടിച്ച് തന്നെ പാമ്പ് കളിക്കാൻ വയ്യ. DNX ബാഡ് ബോയ് റോമൻ എംപയർ എടുത്തിട്ടുണ്ട്. ബാഡ് ബോയ് ഇവിടെ വേറെ ബാഡ് ബോയ് പ്രോ പ്ലെയർ ബാഡ് ബോയ്. സാൻഹോക്ക് പാമ്പിൻ്റെ പ്രത്യേകതയാണ് എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ കാണത്തില്ല. എല്ലാം പാമ്പുകളായിരിക്കും. SMR നൂബ്. DNX ബാഡ് ബോയ്, എംബ്രോസ് ആൻഡ് ഇലുമിനാറ്റിയുടെ തൊട്ട് ST ഷിൻഷാദ്. പാമ്പിനെ കണ്ടോയെന്നറിയത്തില്ല. അവർ പാമ്പിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അറിയത്തില്ല. SVR സോണിക്ക് SVR ജോക്ക് ടീം 20 കളിച്ചു. അവിടെ ഒരു കൺഫ്യൂഷനാണ്. അവർ 25 ആണ് അവർക്ക് അലൗട്ട് ചെയ്ത സ്ലോട്ട്. ഇവിടെയും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്ലിയർ ആക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് DNX ബാഡ് ബോയ് SMR നൂബിനെ ബാഡ് ബോയ് SMR നൂബിനെ ഫിനിഷാക്കി. DNX ബാഡ് ബോയ് കീചകനെ എടുത്താൽ ഞാൻ ബാക്കിയുള്ളവരെ SMR കീലേരി റോഗ് വൈറ്റിനെ നോക്കാക്കി. SMR കീലേരി ബാഡ് ബോയ് SMR കീലേരിനെ എടുത്തു. വൈപ്പായോ പാർട്സിൽ മാത്രമേ ഉള്ളൂ. നോക്കാം സീനില്ലെന്ന് തോന്നുന്നു. റോഗ് റിവൈവ് ചെയ്യൂ. ഇങ്ങനെയാണ് തമ്പി താഴട്ടിറങ്ങി വരുന്നുണ്ട്. SMR കീലേരി ആൻഡ് SMR തമ്പി മാത്രമേ ഉള്ളൂ. തമ്പി പാമ്പ് കിടക്കുവാണ്. ദ സ്നേക്ക് ബാറ്റിൽ. റോഗ് ഫിനിഷായെന്ന് അറിയത്തില്ല. എംബ്രോസിനെ തമ്പി നോക്കാക്കിയിട്ടുണ്ട്. തമ്പി പാമ്പ് കിടക്കണം. ഒരൊറ്റ നീട് മതി. പറഞ്ഞു തീർന്നില്ല. തമ്പി നീടിട്ട് കയറുള്ള പരിപാടിയാണ്. ബാഡ് ബോയുടെ മുമ്പ് ബാഡ് ബോയിൻ്റെ അടുത്തതായി SMR തമ്പിത നമ്മുടെ ഇവരെ നമ്മുടെ
ഇലുമിനാറ്റി ഓഫിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവന് ഫൈനലിലേക്ക് SMR നോബിനെയും റോമൻ അമ്പയറെ നഷ്ടമായി. നമുക്ക് ഇവോയെ നോക്കാം. ഇവോ ബെർലിൻ അവർക്ക് കില്ലൊന്നും കിട്ടിയിട്ടില്ല. ഇവോ ബെർലിൻ അവർ പയ്യെ വരികയാണ്. ടീം കോളനി അവർ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവോ ഹീൻ, ദ ഹാക്കർ ഇവോ ഹീൻ. ഇവോ ദ ST ആൻഡ് TNT ഫൈറ്റ്. ST ഷിൻഷാദ് ഒറ്റയ്ക്കേ ഉള്ളൂ. RC TNT കണ്ടോയെന്ന് അറിയത്തില്ല. ഷിൻഷാദിനെ പുഷാക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. സിയുടെ പാർഷ്യൽ ബ്രോ ക്യാമ്പ് ആൽഫയിലുണ്ട്. വേറെ സീനൊന്നുമില്ല. ഞാൻ സ്പെക്ടേറ്റ് ചെയ്തില്ലാന്ന് പറയരുത്. നമ്മുടെ പാർഷ്യൽ ബ്രോ അവിടെ തന്നെ ഉണ്ട്. നല്ല പിങ്ങുണ്ട്. റണ്ടറിങ് ക്യാപ്റ്റൻ ചന്ദ്രു, ST ഷിൻഷാദ്, AG ശങ്കറിനെ, ST ഷിൻഷാദിനെ ക്യാപ്റ്റൻ ചന്ദ്രു എടുത്തു. ഓർഡർ കൺഫർമേഷൻ വന്നു. സോൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സാൻഹോക്കിൽ പെട്ടെന്ന് സോണാവും. ഏകദേശം ചെറിയ മാപ്പാണ്, ഒരുപാട് വലിയ മാപ്പൊന്നുമല്ല. ജസ്റ്റ് BRTHXൻ്റെ സെക്കൻഡ് ലൈനപ്പിനെ നോക്കാം. BRTHL ഏതാ പ്ലെയർ? GT Pro. എൻ്റെ മോനെ, GT മോട്ടലിനെ നോക്കാക്കി കിടപ്പുണ്ട്. GT മോട്ടലിനെ ഫിനിഷാക്കി. ഇവോടെ ഏത് പ്ലെയർ അടിച്ച? ഇവോടെ ഒരു പ്ലെയർ അപ്ഗ്രേഡ് M4 ഒക്കെ ഇട്ടാണ് അടിച്ചതെന്ന് തോന്നുന്നു. യെസ്, ഓഫ് കോഴ്സ്. ടൈറ്റൻസ് കോബ്ര ആടി മാക്കാച്ചിന്. ഓ മൈ ഗോഡ്. ഈ GTയുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റൻസ് കോബ്ര. AK മച്ചാണ് ആടി മാക്കാച്ചി. സോണിൽ പെട്ട് കിടക്കുവാണ്. ആര് റിവൈവ് ചെയ്യാൻ വരുന്ന ഒരു ഐഡിയ ഇല്ല. മാക്കാച്ച ഇപ്പോൾ തൊട്ടില്ലെങ്കിൽ ആൾ തീരും പെട്ടിയാവും. നമ്മുടെ റൂം പോസ്റ്റ് ചെയ്ത ബ്രോയാണ്. മാക്കാച്ചി ബ്രോയെ തൊടാൻ ആരുമില്ല. ജസ്റ്റ് മിസ്. ആർ ഡി മാക്കാച്ചി ടൈറ്റൻസ് അസ്ത്ര കൺഫർമേഷൻ. ഇവോ വിൽപ്പോഡ് ആടിനോടെ ടീം നമ്പർ 14. ഇപ്പോൾ ടീം നമ്പർ 23. ഇവോ ഹീൻ ലുട്ടാപ്പിന് കൊലകൊല്ലി മാത്രമേ ഉള്ളൂ. 2 പ്ലെയറെ നോക്കാക്കി. ടീം കോളനിയിലെ കൊലകൊല്ലി മാത്രമേ ഉള്ളൂ. ലുട്ടാപ്പിനെ ഫിനിഷ് ചെയ്ത അവിടെ തീരുമാനമായി. ഇവോ ഫസ്റ്റ് അവരെ സ്ക്വാഡ് വൈപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇവോ ടീം കോളനിയാണ് ഫിനിഷാക്കിയത്. ടീം GT അവിടെ ഇവോയുടെ സെക്കൻഡ് ലൈനെ പോയിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. GT Pro വെള്ളത്തിലാണ്. GT മോട്ടർ ഫിനിഷായി. ആൻഡ് സ്ലൈസ് ടു പീസ്, വേറെ സ്ലൈസ് ടു പീസ്. GT Pro ആൻഡ് സ്ലൈസ് ടു പീസ് ഇവിടെ. സ്ലൈസ് ടു പീസും വെള്ളത്തിലാണ്. GT Proക്ക് നല്ല ലിറ്റ് വരുന്നു. GT Pro നോക്കാണ്. സ്ലൈസ് ടു പീസ് കരയിൽ. സ്ലൈസ് ടു പീസ്, വേറെ സ്ലൈസ് ടു പീസ് വരുന്നില്ലേ? സ്ലൈസ് ടു പീസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. GT Proനെ ഇവോ ആദി കൊന്ന് തള്ളി. SMR അങ്ങോട്ട് SMR വന്നായിരുന്നു. ബോട്ടിലാണ് വന്നത്. SMR കീലേരി ആൻഡ് SMR തമ്മിൽ ബൈക്കിൽ ഇങ്ങനെ പറന്ന് ചെത്ത് പോവുകയാണ്. നോക്കാം ഫൈറ്റ്. GTയുടെ ഒറ്റ പ്ലെയറേ ഉള്ളൂ. അപ്പോൾ GTയുടെ 3 പ്ലെയറെ കൺഫേം ആക്കി. ടൈറ്റൻസ് വാസസ് ഇവോ. ടൈറ്റൻസ് ഏജൻറ്റ് തന്നെ നോക്കാൻ കിടപ്പുണ്ട്. ടൈറ്റൻസ് വാസസ് RDX ആണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. RD മാക്കാച്ചി അവരെടുത്തു. മാക്കാച്ചി ബ്രോ നമ്മൾ റൂം ഹോസ്റ്റ് ചെയ്തപ്പോൾ മാക്കാച്ചി ബ്രോ ഇപ്പോഴും താങ്ക്സ്. പാമ്പ് ആരും കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. സാൻഹോക്കാണ് ബ്രോ. പാമ്പ് കളി നിങ്ങളിങ്ങനെ പാമ്പ് കളിക്കായിരുന്നു ഞാൻ മോശമാണ്. ടൈറ്റൻസ് അസ്ത്രേനതാ. വൈൽഡ് ഗ്ലിച്ച് നോക്കായി. നമ്മുടെ ടൈറ്റൻസ് കോബ്ര ടീം നമ്പർ 21 RDXന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു കൺഫർമേഷൻ വന്നു. അപ്പോൾ അവർ 2 പ്ലെയർ അത്രയും ഏജൻറ്റും നോക്കാണ്. അപ്പോൾ അവർ റിവൈവ് ചെയ്യാൻ തോന്നുന്നു. സോൺ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 ഡ്രോപ്പിൽ കടൽ. നിങ്ങൾ കടലിൽ കൊണ്ട് ഡ്രോപ്പ് ഇട്ട് എന്ത് ചെയ്യാനാ? എല്ലാവർക്കും ഡ്രോപ്പ് ഇട്ടുണ്ടേ. ആ ടീം നമ്പർ 20 ആൻഡ് SMR ആൻഡ് ടീം നമ്പർ 20 നോക്കാം. SVR അവിടെ വെള്ളത്തിൽ
ബ്രിഡ്ജ് ബ്ലോക്കാണോ? SMR കിലേറിയൻ്റെ തമ്പിത SMR കിലേറിയൻ്റെ തമ്പിത പാലത്ത് ബ്രിഡ്ജ് ബ്ലോക്കുള്ള പരിപാടിയാണ്. നമ്മുടെ ബിറാങ്കൽ മാപ്പിൽ നടക്കുമ്പോൾ ഇനി സാൻവോക്ക് ആപ്പിലൊക്കെ ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്തത് ഓപ്പൺ നിങ്ങളെ മുട്ട അടി കിട്ടും. നീന്തുന്നു, ഇഴയുന്നു. ഇത് NGS നമ്മളിത് നോക്കിയില്ല. NGS ഇതിലൊക്കില്ലെന്ന് തോന്നില്ല. അവർ സേഫായിട്ട് കളിക്കണം. NGS മോസിൻ, NGS നന്ദു, NGS സോൾമാൻ. അവർ നല്ലൊരു ടീമാണ്. പക്ഷേ അവർ എന്താണെന്ന് അറിയത്തില്ല, സേഫായിട്ട് കളിക്കുന്നത്. പാഴ്സൽ ക്യാമ്പ് ആൽഫോട്ട് ഒരു പരിപാടിയില്ല. ഞാൻ അവിടെ തന്നെയാണ്, ഞാൻ അവിടെ നിന്ന് എങ്ങും പോയില്ല. ആൻഡ് BRTHXൻ്റെ മുന്നിൽ കൂടെ ആരോ വെള്ളത്തിൽ എഴയുന്നു. ആരെ ഫിനിഷാക്കിയിട്ടുണ്ട്. കൺഫർമേഷൻ വരാൻ തോന്നുന്നു. ആരെയാണ്? ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. GTയുടെ പ്ലെയറാണോ? കൺഫർമേഷൻ വന്നില്ല. GTയുടെ പ്ലെയറാണെന്ന് തോന്നുന്നു. GTയുടെ ആൻഡ് NGS സോണ് പെട്ടെന്നായിക്കൊണ്ടിരിക്കുന്നു. സോൾമാൻ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. ബ്രിഡ്ജിലെ പാമ്പുകളെ കണ്ടിട്ടുണ്ട് സോൾമാൻ. എന്തായാലും മോസിൻ സോൾമാൻ അടികെട്ടി. മോസിൻ ആൻഡ് നന്ദു പയ്യെ പുഷാക്കുന്നു. അപ്പോൾ ഇപ്പോഴും 11 ടീമുകളും. തമ്പിയും SMR കിലേനിയും പാമ്പിൽ സോൾമാൻ നല്ല ലിറ്റ് കിട്ടി. ബ്രിഡ്ജിൽ പാമ്പ് കളിക്കുന്നു. സോണായിട്ടുണ്ട്. ഇപ്പോഴും ടീമുകളെല്ലാം സോണിലോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ 11 ടീമുകളും 34 മെമ്പേഴ്സ് ഇപ്പോഴും അലൈവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ ഏകദേശം 3 മെമ്പേഴ്സ് വെച്ച് അലൈവാണ്. ഇത് SVR സോണിക്ക് NGS മൂസിൻ നോക്കാം. NGS മൂസിൻ SMR കീഴിലിരുന്ന അവിടെ താഴെ വെള്ളത്തിലൊരു അടി നടന്നുണ്ട്. SVR സോണിക്ക് SVR മൂസിന് ബ്രിഡ്ജിന് അടിയിലും ആളുണ്ട്, മുകളിലും ആളുണ്ട്. ഇത് SMR കീഴിൽ തമ്പി നൈസായിട്ട് സ്മോക്കിട്ട് SMR കീലേരിനെ എടുക്കുന്നു. സോൾമാൻ എന്താ ചെയ്യുന്നത് നോക്കാം. NGS നന്ദു SVR സോണിക്കിന് എന്തായാലും എടുത്തിട്ടുണ്ട്. ഒരു പ്ലെയർ ഒരാളെ എടുത്തെങ്കിലും SVR മൂസിനെ എടുത്തു. അല്ല, NGS മൂസിനെ എടുത്തു. അത് SVRനാണ് എടുത്തത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ SMR, ബ്രിഡ്ജിന് താഴെ SVR. അങ്ങനെ രണ്ടും കെട്ട ഒരു പരുവത്തിലാണ്. സോൾമാൻ ആൻഡ് നന്ദു. ബ്രിഡ്ജിന് മുകളിൽ നന്ദു, അല്ല സോൾമാൻ, ബ്രിഡ്ജിന് താഴെ നന്ദു. ബ്രിഡ്ജിന് മുകളിൽ സോൾമാൻ, ബ്രിഡ്ജിന് താഴെ നന്ദു. മുകളിൽ സോൾമാൻ, താഴെ നന്ദു. മുകളിൽ സോൾമാൻ, നാക്കം തിരിയില്ല, താഴെ നന്ദു. മുകളിൽ താഴെ, മുകളിൽ താഴെ. ഇപ്പോൾ ചെറുപറ മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. SMR കില്ലേരി എൻ്റെ SMR തമ്പി ഇപ്പോൾ സോണിന് വെളിയിലാണ്. സോൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അവർക്ക് എങ്ങനെയായാലും സോണിലോട്ട് വന്നേ മതിയാവത്തുള്ളൂ. ഒന്നെങ്കിൽ അവർ പെട്ടിയാവും, അല്ലെങ്കിൽ അവർ മറ്റു NGS പെട്ടിയിലാക്കും. സോ സോൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും 32 മെമ്പേഴ്സും. അപ്പോൾ SVR സോണിക്ക് തീർന്നപ്പോൾ SVRൻ്റെ സ്കോഡ് ഫിനിഷായിട്ടുണ്ട്. ഇപ്പോഴും 32 മെമ്പേഴ്സും 10 പ്ലെയേഴ്സും ഉണ്ട്. നെറ്റിൽ എന്തെങ്കിലും ലാഗുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നന്നായിരുന്നു. എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ അല്ല. അവരിതാ സോണിൽ എന്തായാലും BRTHX ഓഫ് ഇവോ ആദ്യന BRTHX എടുത്തു. പ്ലേ സോണിൽ തമ്പി തീർന്നിട്ടുണ്ട്. എന്തായാലും SMR കീലേരി NGS സോൾമാൻ എടുത്തു. അപ്പോൾ പ്ലേ സോണിൽ തീരാനാണ് സാധ്യത. 2 ടീമും. BRTHXൻ്റെ വിഷൻ പോയിട്ടുണ്ട്. അതിൽ BRTHX വിഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ബാരത്തിയോൺസുമായിട്ടുള്ള ഫൈനലൊക്കെയാണ് പോയത്. ഇവോ വാസിസ് NGS നന്ദു SMR കീലേരിനെ നോക്കിയിട്ടെടുത്തു. റിവൈവ് ചെയ്ത കീലേരിനെയാണെന്ന് തോന്നുന്നു നോക്കിയിട്ടെടുത്തത്. കാരണം അല്ലെങ്കിൽ ഇനി SMR തമ്പി ഇപ്പോഴും അലൈവാണെന്ന് തോന്നുന്നു. അവിടെ പ്ലേ സോണിലാണ് 2 ടീമുകളും. അതിപ്പോൾ മിക്കവാറും അവർ രണ്ടുപേരും നോക്കും. തമ്പി SMR നന്ദുവിനെടുത്തു. മിക്കവാറും എനിക്ക് തോന്നുന്നു നന്ദു സോൾമാൻ പ്ലേ സോണിലാണ്. SMR NGSനെ ഫിനിഷാക്കി. SMR കീലേരിയാണ് ഫിനിഷാക്കി കൺഫേം ആക്കിയത്. ഇപ്പോഴും ബാക്കി 9 ടീമുകൾ 29 മെമ്പേഴ്സുമാണ്. കൂട്ടർ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന BRTHX വേഴ്സസ് ഇവോയാണ്. എല്ലാവരും സോണിനകത്താണ്. ഇപ്പോൾ അടുത്ത സോൺ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. യെസ്, ഓഫ് കോഴ്സ് അടുത്ത സോണായിട്ടുണ്ട്. ആകെ ടീം C മാത്രമാണ് സോണിനകത്തുള്ളത്. BRTHXൻ്റെ പ്ലെയറെ ടോക്സിക് ജോക്കർ ബാക്കിൽ ഇങ്ങനെ തോന്നുന്നു. ടോക്സിക് ടീം അത് തൊട്ട് പിറകെ തന്നെ ഉണ്ട്. ഒരു സ്ക്വാഡ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു തൊട്ട് പിറകെ ഇപ്പോൾ ഉണ്ട്. ഒരു സാൻഡ്വിച്ച് കാണാൻ സാധ്യതയുണ്ടോ? ഇവോ കുന്നിന് മുകളിലാണ്. ഇവോടെ മെയിൻ ലൈനപ്പ് കുന്നിന് മുകളിലുണ്ട്.
BRTHX ഇവോ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BRTHX കാസ്പർ BRTHX പ്ലെയറെ റിവൈവ് ചെയ്തെന്ന് തോന്നുന്നു. BRTHX ഇവോ ആണ് ഫൈറ്റ്. ഫുൾ പാമ്പ്, എല്ലാം പാമ്പ്. ആടു പാമ്പേ നന്നാടു മെമ്മേ. എല്ലാവരും പാമ്പ് കളിക്കണം ബ്രോ. സാൻഹോക്കിൽ പിന്നെ പാമ്പ് കളിക്കായിരുന്നു, അത് മോശമല്ലേ? പാമ്പ് അത് ക്യാപ്ഷൻ തന്നെ അതാണ്. നമ്മുടെ പാമ്പുകളുടെ നാട്ടിലൊരു കോഴിപ്പോരാണ്. കോഴിപ്പോരായിട്ട് കണ്ടിട്ട് നിങ്ങൾ പാമ്പുകൾ എല്ലാവരും പാമ്പ് കളിക്കണം. എല്ലാവരും ഇഴഞ്ഞും പത്തി വിടർത്തി ആടണം നിങ്ങൾ. ഇപ്പോഴും ജസ്റ്റ് സോണിനകത്ത് ഇതിൽ ആരും കയറിയിട്ടില്ല. ഫൈറ്റ് നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതാ ടോക്സിക് വൈപ്പർ ഇവോ ഹിപ്പിന് ഇവിടെ ടോക്സിക് വേഴ്സസ് ഇവോ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ടോക്സിക് എക്സ്ട്രീം ഇവോ ബെർലിനെ താൻ നോക്കാക്കി. ഇവോ ഹിപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവോ ബെർലിന് ഫിനിഷായി. മനു സാർ പറഞ്ഞോ ബ്രോ. ടോക്സിക് വൈപ്പർ മാത്രം നോക്കാട്ടുള്ളൂ. ഇവോയുടെ 2 പ്ലെയർ ഫിനിഷായി. അസ്ത്രത TNT വേഴ്സസ് RC ഫൈറ്റ് നടന്നു. TNT കോപ്രത AG ശങ്കറിനെ നോക്കാക്കി. SMR കീഴിൽ ഇവോ ബെർലിനെ നോക്കാക്കി. ഇവോ ബെർലിനിടെ ടൈറ്റൻസ് കോപ്രത AG ശങ്കറിനെ കൺഫേം ആക്കി. ഇവോ ബെർലിൻ ഇവോ ഹിപ്പും ഫിനിഷായി. കുമ്മനടിച്ചാണ് തോന്നുന്നു. SMR കീഴേരി മനസ്സിലായില്ല. എന്ത് മനസ്സിലായില്ല ബ്രോ? ഇവോ ഹീൻ ആൻഡ് ഇവോ ഗോസ്റ്റ് എല്ലാവരും സോണിന് വെളിയിലാണ്. അർഷദ TNT വേഴ്സസ് അവരും സോണിന് വെളിയിലാണ്. TNT വേഴ്സസ് ടൈറ്റൻസ് ആയിരുന്നു. TNT അത്രയും ഏജൻറ്റ് നോക്കാൻ കിടപ്പുണ്ട്. അർഷയും കോബ്രയും ഇതാ ഫോണിലോട്ട് ഓടുകയാണ്. ടീമായിട്ട് റിവൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല. SMR കീലേറ്റ് അവിടെ നോക്കാക്കി. കാസ്പർ ഇവോ SMR കീലേരിനെ അവിടെ ഫിനിഷാക്കി. SMR തമ്പിയുടെ കില്ല് BRTHXന് കിട്ടും. അപ്പോൾ BRTHXൻ്റെ SMRൻ്റെ ഇടയ്ക്ക് ഇവോയുടെ ഇടയ്ക്കോട്ട് അപ്പോൾ മോട്ടൽ സാർ ഉണ്ടോ ഇപ്പോഴും? മോട്ടൽ സാറൊക്കെ ചത്ത് പെട്ടിയില്ലായി ബ്രോ. മോട്ടൽ സാറൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇവിടെ ഇപ്പോഴും ടോക്സിക്കകത്ത് ഇവോ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവോ എല്ലാവരും സോണിലോട്ട് ഓടാൻ വേണ്ടി പരിപാടിയാണ്. പാമ്പ് കളിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ 6 ടീമാണ്. 16 മെമ്പേഴ്സും അലൈവാണ്. സോണിൽ ഇപ്പോൾ അകത്തിരുന്ന് ഇപ്പോൾ അറിയാം. ഇപ്പോഴും സോണിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ പാഴ്സൽ ബ്രോയ്ക്ക് മാത്രമേ എല്ലാവരും കയറി. ഇപ്പം ഇവോയുടെ BRTHX ഇവോ ബ്രയാനെ നോക്കാക്കിയിട്ടുണ്ട്. അവിടെ BRTHX ഇപ്പോഴും സോൺ ഓപ്പണിൽ പാതി വെള്ളത്തിലും പാതി കരയിലോട്ട് സോൺ ഓപ്പണിലാണ് സോണ്. ഇപ്പോൾ പാമ്പ് കുറേ കാണാം. നമുക്ക് പാമ്പ് കാണാൻ എന്തായാലും ഉണ്ട്. ഇവോ കോസ്റ്റ് പ്ലേ സോണിൽ കൺഫർമേഷൻ വരുന്നുണ്ട്. ഇവോ കോസ്റ്റ് പെട്ടിയിലായി. ഇവോ ഹീൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ST ഇവോ ഹീനും പ്ലേ സോണിൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവോ ഫിനിഷായി. ഇനി 13 മെമ്പേഴ്സും 5 ടീമേ ഉള്ളൂ. BRTHXൻ്റെ NS ഡോക്സ് ഇവോടെ സെക്കൻഡ് ലൈനപ്പാണ് NX ഡോക്സ്. പുള്ളി അപ്ഗ്രേഡ് M24ൻ്റെ സ്കിന്നൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ നോക്ക് കിടപ്പുണ്ട്. ടോക്സിക്കിൻ്റെ അന്നംകുട്ടി ആരെയാണ് പിടിക്കുന്നത്? ടോക്സിക്ക് ST വേഴ്സസ് ടോക്സിക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. ST ഇവിടെ നിന്ന് അടിക്കുന്നത്. ST കുന്നിൽ നിന്നാണ് അടിക്കുന്നത്. ST ബുദ്ധിപുറം കുന്നിൽ നിന്നാണ് അടിക്കുന്നത്. ST അതുള്ള ടോക്സ് വൈപ്പർ കണ്ണും മൂക്കി അടിക്കണം. പുകയെ കൂടെ ST ശ്രീജിൻ ടോക്സിക്ക് സ്മോക്കർ നോക്കാക്കി കണ്ണും മൂക്കി അടിക്കണം. ST നിങ്ങൾ പാമ്പ് കിടന്നാൽ എനിക്ക് വിഷയമല്ല. കണ്ണും പൂട്ടി അടിക്കണം. ST ഫ്യൂസ് വേറെ ഫ്യൂസ്. ഇന്നലത്തെ കളിയിലെ മോൺസ്റ്ററായിരുന്നു. ചാടിയും മറിഞ്ഞും തിരിഞ്ഞൊക്കെ കുത്തുന്നുണ്ടായിരുന്നു. ടോക്സിക് എക്സ്ട്രീം അവിടെ ST ശ്രീജൻ നോക്കാക്കി. ടോക്സിക് ജോക്കർ BRTHX മുകളിൽ നിന്ന് BRTHX അടിക്കുന്നുണ്ട്. ടോക്സിക് ഇപ്പോൾ സാൻഡ്വിച്ച് വരുവാണ്. മുകളിലും താഴെയും അടിയണമെന്നുകൊണ്ടിരിക്കുന്നു. BRTHXൻ്റെ റോണോ ഇവോടെ പ്ലെയർ അടിച്ചിട്ടു. സോളിലോട്ട് വയ്യ ഓടിക്കാറാണ് BRTHX വിഗ്ലക്സ് എടുത്തു. ഇവോ NX ഡോക്സ് അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പം നിലവിലിപ്പോൾ ST ഉണ്ട്. ടീമുകൾ നമുക്ക് നോക്കാം. ലൈവായിട്ടുള്ള ടീമുകൾ ST ആൻഡ് ടോക്സിക്, BRTHX ആൻഡ് ടീം C. ദ ഒൺമാൻ ആർമി ടീം സിയിലെ പാർട്സിവൽ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. പുള്ളിക്ക് ലക്കാണെന്ന് തോന്നുന്നു. സോണുകളെല്ലാം പുള്ളിയുടെ ഇതിലോട്ടൊന്ന് ST സൂസ് ദ ടോക്സിക് ജോക്കറെ നോക്കിട്ടു. മണ്ടി അതിലോട്ട് നോക്കാൻ കിടപ്പുണ്ട്. ST അതെല്ലാം മിക്കവാറും പൊക്കും. ടോക്സിക്കിൻ്റെ 2 പ്ലെയറും മോൺസ്റ്റേഴ്സ് ST ഫ്യൂസ് ദ മോൺസ്റ്റർ അവർ ST ഫുൾ സ്കോഡ് ഉണ്ട്.
ടോക്സിക്കിൻ്റെ 2 പേരേ ഉള്ളൂ അലൈവായിട്ടുള്ള ടോക്സിക് ജോക്കർ ആൻഡ് ടോക്സിക് സ്മോക്കർ. ടോക്സിക് ജോക്കർ മൊണ്ടി അതിൽ ഫിനിഷ് ആക്കിയപ്പോഴേക്കും ടോക്സിക് ജോക്കർ BRTHX മുകളിൽ നിന്ന് BRTHX ഓപ്പണിലാണ്. പാമ്പാണോ? പാമ്പ് ഇപ്പോഴും അങ്ങനെ കണ്ണിൽപ്പെടാതെ ഒരു മോൺസ്റ്റർ പയ്യെ നടന്നു കയറുന്നുണ്ട്. അയാൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ദ മോൺസ്റ്റർ, ദ വൺ ആൻഡ് ഓൺലി പാർട്സിബിൾ ബ്രോ, ദ മോൺസ്റ്റർ, ദ വൺ-മാൻ ആർമി പയ്യെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ലൈവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കോ സബ്സ്ക്രൈബോ തന്ന് സഹായിക്കണം. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പം പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിൽ കൂടെ അഡ്വാൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല. പാർട്സിബിൾ ബ്രോ ST ശ്രീജിനെ എടുത്തു. അവിടെ കുമ്മനടിച്ച് പാർട്സിബിൾ ബ്രോ ജസ്റ്റ് പാർട്സിബിൾ നോക്കാം. മോൺസ്റ്റർ വൈറ്റ് നോക്കാം. സോണി കൂടെ കോടി വരുവാണ്. എഡ്ജ് പിടിച്ച് ഓടി വന്ന് 2 വെടി കിട്ടിയാൽ തീരും പെട്ടിയിലാവും. എന്നാലും എനിക്ക് പേടിയില്ല. 1vs4 കളിച്ച് ശീലമുള്ള ഒരാളാണ് ഞാൻ. 1vs4 ക്ലച്ച് കളിച്ച് ഇപ്പോൾ നിലവിൽ 4 ടോക്സിക് ജോക്കറിനെതാ BRTHX വിഗ്ലക്സ് നോക്കാക്കിയിട്ടുണ്ട്. BRTHX ഫുൾ സ്കോഡ് 3 പേരുണ്ട്. ഇത് പാർട്സിബിളിൻ്റെ മുന്നിലോട്ടാണ് ഓടിച്ചെല്ലുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ദ മോൺസ്റ്റർ നോക്കാം. ST ഫ്യൂസ് വെള്ളത്തിലാണ്. ബോട്ടൊക്കെ പിടിച്ച് കവർ പിടിച്ച് ഇപ്പോഴുണ്ട്. ST ഫ്യൂസ് STയുടെ എല്ലാ പ്ലെയറും BRTHX എടുത്തുന്നുണ്ട്. പെട്ടെന്നൊരു അവിടെ എന്തോ സംഭവിച്ചത്, ഒരു അട്ടിമറിയാണ് സംഭവിച്ചത്. ടോക്സിക്കിലുള്ള ഫൈറ്റ് ഇടുന്ന BRTHX നമ്മുടെ STയുടെ ടീമിൽ എടുത്തതാണ്. ടോക്സിക്കിലുള്ള എത്ര തവണ നോക്കാവുന്നേ. ഇപ്പോഴും സോൺ ദ പാർട്സിബിൾ ബ്രോക്ക് ആൻഡ് BRTHXന് മാത്രമായിട്ടാണ്. പാർട്സിബിൾ ബ്രോനെ BRTHX കാസ്പർ വൈറ്റ് എടുത്തു. ഇപ്പോൾ നിലവിൽ 3 ടീം 5 പേർ. BRTHX 2, ടോക്സിക് 2. ടോക്സിക്കിൻ്റെ സ്മോക്കർ നോക്കാക്കി കാസ്പർ വൈറ്റ് ഒരു രക്ഷയല്ലെന്ന് തോന്നുന്നു. എത്ര കില്ലായി? 4 കില്ല്. ടോക്സിക് ജോക്കർ ST ഫ്യൂസിനെ എടുത്തു. ST ഫിനിഷായി. എന്താണ് സംഭവിച്ചത്? BRTHX ആയിരിക്കും ഡിന്നർ അടിച്ചത് നോക്കാം. യെസ് ഓഫ് കോഴ്സ് BRTHXന് ഡിന്നർ ഉണ്ടായിരിക്കുന്നത്. BRTHX വിഗ്ലക്സ് ഒരു രക്ഷയിൽ 6 കില്ല്. ഒപ്പം ക്യാൻസർ വൈറ്റ് ഒപ്പത്തിനൊപ്പം ടോക്സിക് മാക്സിമം നോക്കി വരാൻ കഴിവിൻ്റെ മാക്സിമം നോക്കി. ഇപ്പോൾ പാമ്പുകളുടെ നാട്ടിൽ ഇന്നത്തെ കളിയിൽ രണ്ടാം സ്ഥാനം ടോക്സിക്കിനാണ്. 3-ാം സ്ഥാനം ST. അതിന് ST അതിന് 4 കില്ല്. പാർട്ടികൾ ഒറ്റയ്ക്ക് ക്വാളിറ്റിയുടെ മോസ്റ്റ് 2 കില്ലോ. പുള്ളി ആരടുത്ത് 2 കിലോയുടെ പാർട്ടി കുറച്ച് അവസാനം കയറി അടിക്കാൻ നോക്കി വെച്ച് നടന്നില്ല. ക്യാപ്റ്റർ നൈറ്റായിട്ട് എടുത്തു. ഇവോടെ 2 ടൈമർ പോണ് 5-6 പൊസിഷനിൽ വന്നിട്ടുണ്ട്. ടൈറ്റൻസ് 7 മോസ്റ്റിലായിട്ട് നമ്മൾ നോക്കാം. 5-6 7 SMR 7 ടൈറ്റൻസ് 8 SMR 9 CLD 10 MGF 11 SDM സെക്കൻഡ് 12 GT 13 RDX 14 കോളനി 15 ST 16 CNFT 17 BRTHX 18 NSG 19 BRTHXിൻ്റെ സെക്കൻഡ് ലൈനപ്പാണ്. 20 ഒറ്റ പ്ലെയർ നോക്സി മാള് ആരാരും അറിയില്ല. 21 മാഡ് 22 SDR 23 MGFന് മിസ്റ്റേക്ക്. ഇപ്പോൾ മോസ്റ്റ് ആർക്കാണ് വിഗ്ലക്സ് ആൻഡ് ക്യാപ്റ്റനാണ് തോന്നുന്നു. 6 കില്ല് വേറെ ആവശ്യമുണ്ടോ? 4 കിലൊക്കെ പ്ലേസ് ചെയ്തു. അപ്പം നാളെ പ്രത്യേക ലൈവ് സ്ട്രീം ഈ ഒരു മാച്ചിൽ വേറെ കളിയിട്ട് വരുന്നവർ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക. പ്രാക്ടീസ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഓ, നല്ല വെള്ളം പറ്റി.